സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബാത്ത് ഫിറ്റിംഗ്സ് എന്ന് പറയുന്ന ബാത്റൂംസിന്റെ ആക്സസറീസിനെ കുറിച്ചാണ്. ബാത്ത് ഫിറ്റിംഗ്സ് എന്ന് പറയുമ്പം ടവൽ റോഡ്, സോപ്പ് ഡിഷ്, നാപ്കിൻ ഹോൾഡർ, ടവൽ റാക്ക്, ഇതുപോലത്തെ ഈ ഒരു സെറ്റ് ഓഫ് ഐറ്റംസിനാണ് ബാത്ത് ഫിറ്റിംഗ്സ് എന്ന് പറയുന്നത്. ബാത്ത് ഫിറ്റിംഗ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. ബേസിക്കലി ക്രോം പ്ലേറ്റഡ് ബാത്ത് ഫിറ്റിംഗ്സ് നമ്മൾ നോർമലി എല്ലായിടത്തും കാണുന്നത്, പിന്നെ ക്രോം പ്ലേറ്റഡ് അല്ലാതെ ഗോൾഡ് പ്ലേറ്റഡ്, റോസ് ഗോൾഡ് പ്ലേറ്റഡ്, പിന്നെ അതേപോലെ സോളിഡ് സ്റ്റീൽ ബാത്ത് ഫിറ്റിംഗ്സ്. അപ്പോൾ ഈ ബാത്ത് ഫിറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് വളരെയധികം അവഗണിക്കപ്പെട്ട ഒരു ആക്സസറിയാണ് കസ്റ്റമേഴ്സിന്റെ ഭാഗത്തു നിന്നാണ് ഞാൻ ഈ പറയുന്നത്. കസ്റ്റമേഴ്സ് ഇതിനെ അവഗണിക്കും എന്ന് പറഞ്ഞാൽ അവസാനം വരെ ഇത് മേടിക്കത്തില്ല. സോ മേടിക്കാതെ ഇങ്ങനെ കൊണ്ടുപോയി അവസാനം വാഷ് ബേസിൻ ഫിക്സ് ചെയ്യുന്ന പ്ലംബർ ആയിരിക്കും ഇത് ചോദിക്കുന്നത്. ബാത്ത് ഫിറ്റിംഗ്സും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടെ ഇതിൻ്റെ കൂടെ ചെയ്തു പോകായിരുന്നു. അപ്പോഴായിരിക്കും പെട്ടെന്ന് പോയി ഏറ്റവും അടുത്തുള്ള കടയിൽ നിന്ന് നമ്മൾ ഈ ബാത്ത് ഫിറ്റിംഗ്സ് ഒക്കെ മേടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ജനറലി നടക്കുന്നത്. ഇതിനകത്ത് നമുക്ക് സംഭവിക്കുന്ന പ്രോബ്ലംസ് രണ്ടാണ്. ഒന്ന്, ബാത്റൂംസിന് ഏറ്റവും കൂടുതൽ ഒരു അലങ്കാരം നമുക്ക് തോന്നിക്കുന്നത് നല്ലൊരു ബാത്ത് ഫിറ്റിംഗ്സ് അതിനകത്ത് വരുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഇതിനെ അവഗണിച്ച് ഇതിനെ അവസാന നിമിഷം വളരെ ഹറീഡ് ആയിട്ടുള്ള ഒരു മോഡിൽ നമ്മൾ ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ ബാത്റൂമിനെ അലങ്കരിക്കാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ കസ്റ്റമേഴ്സിന് മിസ്സായി പോകുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വളരെ പെട്ടെന്ന് പോയി ഏറ്റവും അടുത്ത കടയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഹാർഡ്വെയർ ഷോപ്പിൽ പോയി ഇത് മേടിക്കുമ്പോൾ നമുക്ക് ആ സമയത്ത് ക്വാളിറ്റി അസസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഫോൾട്ടി പ്രൊഡക്റ്റുമായിട്ട് അല്ലെങ്കിൽ അത്രയും ഡ്യൂറബിൾ അല്ലാത്തൊരു പ്രൊഡക്റ്റുമായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പ്രൊഡക്റ്റ് ഡ്യൂറബിൾ അല്ലെങ്കിൽ സംഭവിക്കുന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് തുരുമ്പെടുക്കും. സോ അധികം താമസിക്കാൻ അതിനകത്ത് തുരുമ്പ് വരും, പിന്നെ ഈ പ്രൊഡക്റ്റ് യൂസ്ലെസ് ആവും. അപ്പോൾ നമ്മൾ വിചാരിക്കും പ്രൊഡക്റ്റ് യൂസ്ലെസ് ആയ എന്താ, നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് മേടിച്ച് വെക്കാമല്ലോ. അപ്പോൾ അതിനകത്ത് വരുന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു ടവൽ റോഡാണ്, ഇതിന് ഈ 4 സ്ക്രൂ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ടവൽ റോഡ് നാളെ ഫോൾട്ടി ആയി പോവുകയാണെങ്കിൽ ചിലപ്പോൾ അന്ന് ഈ ടവൽ റോഡ് കിട്ടിയെന്ന് വരില്ല. അന്ന് കിട്ടുന്ന ടവൽ റോഡിന്റെ ഹോൾസ് വേറെ സ്ഥലത്തായിരിക്കും. എന്ന് വെച്ചാൽ ഒന്നേ നിനി ഹോൾ ഇടണം. അപ്പോൾ ഒന്നെങ്കിൽ പഴയ ഹോൾ ഇതിനകത്ത് കവറായി പോകും, അല്ലെങ്കിൽ പഴയ ഹോൾ എക്സ്പോസ് ആവും, പുതിയ ഹോളിനകത്ത് ഇത് നിൽക്കും. അന്നേരവും അത് ബാത്റൂമിനെ മൊത്തത്തിൽ ഒരു ഭംഗിക്കുറവ് ഉണ്ടാകും. സോ വിച്ച് മീൻസ് ബാത്ത് ആക്സസറീസ് അല്ലെങ്കിൽ ബാത്ത് ഫിറ്റിംഗ്സ് കറക്റ്റ് സമയത്തിന് മേടിക്കണം. നമ്മൾ ബാക്കി ടൈൽസും സാനിറ്ററി വെയറും ഒക്കെ ശ്രദ്ധിച്ച് മേടിക്കുന്ന പോലെ തന്നെ ബാത്ത് ഫിറ്റിംഗ്സും ശ്രദ്ധിച്ച് മേടിക്കണം. സെക്കൻഡ്, മേടിക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റി മേടിക്കണം. ഇന്ന് എവി ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലത്ത് നമ്മുടെ കയ്യിലുള്ള 2 സെറ്റ് ഓഫ് ബാത്ത് ഫിറ്റിംഗ്സിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഹൈ ക്വാളിറ്റി വൺ. ഹൈ ക്വാളിറ്റി എന്ന് വെച്ചാൽ എൻ്റെ കടയിൽ ലോ ക്വാളിറ്റി മെറ്റീരിയൽസ് ഒന്നുമില്ല. ഹൈ ക്വാളിറ്റി ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഹാൻഡ് ക്രാഫ്റ്റഡ് മെറ്റീരിയൽ ആണ്. വിച്ച് മീൻസ് ഇതൊരു റൺ ഓഫ് ദ മിൽ മെറ്റീരിയൽ അല്ല. ആരും ഞങ്ങൾക്ക് ഇത് പുഷ് ചെയ്ത് ഞങ്ങൾക്ക് വിൽക്കാറില്ല. ഇത് ഒരു ഹാൻഡ് ക്രാഫ്റ്റഡ് മെറ്റീരിയൽ ആണ്. ഓർഡർ കൊടുത്താൽ അഗേൻസ്റ്റ് ഓർഡർ മാത്രമേ വരത്തുള്ളൂ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് എങ്ങും ക്രോം പ്ലേറ്റിംഗ് ഇല്ല. സോ വിച്ച് മീൻസ് ഇതെല്ലാം സോളിഡ് സ്റ്റീൽ ആണ് നിങ്ങളെ കാണുന്നത്. സോളിഡ് സ്റ്റീലിന്റെ പുറത്ത് പലതരം പൗഡർ കോട്ടിംഗ് ചെയ്തിട്ടുണ്ട്. ഓൾസോ നമുക്ക് എങ്ങും നിങ്ങൾ ഇന്നുവരെ കാണാത്ത ഒരു പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ട്. ഒറിജിനൽ ബർമ ടീക്കിന്റെ ബാക്ക്ഗ്രൗണ്ടിനകത്ത് സ്റ്റീലിന്റെ ടവൽ റോഡ്. സോ വളരെ ബ്യൂട്ടിഫുൾ മെറ്റീരിയലാണ്, വളരെ എക്സ്ക്ലൂസീവ് മെറ്റീരിയലാണ്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ ഈ ഒരു ഫുൾ ബോർഡ് കാണുമ്പോൾ തന്നെ നോർമലി നമ്മൾ കാണുന്ന ക്രോം പ്ലേറ്റഡ് ഫിറ്റിംഗ്സിന്റെ ബോർഡിനെക്കാട്ടിലും വളരെ അധികം വ്യത്യസ്തമാണ്. സോ ഗീത്ത് ഇൻഫ്ലുവൻസിന്റെ പ്രൊഡക്റ്റ് ആണ്. സ്വല്പം എക്സ്പെൻസീവാ, പക്ഷേ ഈക്വലി ക്ലാസ് പ്രൊഡക്റ്റ് ആണ്. നിങ്ങളുടെ ബാത്റൂമിന് നിങ്ങൾ നല്ല ബാത്ത് ആക്സസറീസ് വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗീത്ത് ഇൻഫ്ലുവൻസ് ഒരു പ്രാവശ്യം വന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ഇതിനകത്ത് നമുക്ക് ഷെൽഫ് ഉണ്ട്, സോപ്പ് ഡിഷ് ഉണ്ട്, ചെറിയ ഷെൽഫ് ഉണ്ട്, ടവൽ റോഡ്സ് 2 സൈസ് 24 ഇഞ്ചിന്റെ 18 ഇഞ്ചിന്റെ, പിന്നെ നമുക്ക് റോബ് ഹുക്ക്, പിന്നെ ടവൽ റാക്ക്. ഇപ്പോൾ ടവൽ റാക്ക് എല്ലാ ബാത്റൂംസിലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു മിനിമം സൈസ് ബാത്റൂമിൽ ഉണ്ടെങ്കിൽ നമുക്ക് ടവൽ റാക്സ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വളരെ ഉപയോഗമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ടവൽ റാക്സ്. നമ്മുടെ ഒരു ചേഞ്ച് ഓഫ് ക്ലോത്ത്, എസ്പെഷ്യലി രാത്രിയിൽ നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇടുന്ന വസ്ത്രങ്ങൾ നമുക്ക് എപ്പോഴും ടവൽ റാക്കിനകത്ത് ഒരു ജോഡി വെക്കാം. കാരണം പിന്നെ അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ എടുത്തില്ല അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് പിന്നെ റൂമിൽ പോയി ചേഞ്ച് ചെയ്യാൻ നിൽക്കേണ്ട. നമുക്ക് ബാത്റൂംസിൽ തന്നെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചേഞ്ച് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങാം. സ്പെയർ ടവൽസ്, അതാണ് ടവൽ റാക്കിന്റെ വേറൊരു ഉപയോഗം. ഇനി അതുകൂടാതെ സ്പെയർ സോപ്പ്, സ്പെയർ ഷാംപൂ, എനി കോസ്മെറ്റിക്സ് വിച്ച് ഈസ് യെറ്റ് ടു ബി യൂസ് ക്യാൻ ബി പ്ലേസ്ഡ് ഓൺ ദ റാക്ക്. സോ വലിയ സ്പേഷ്യസ് 24 ഇഞ്ച് റാക്സ് ആണ് ഇവിടെ ഉള്ളത്. സെയിം വുഡ് പാറ്റേണിൽ, വുഡ് ഒറിജിനൽ ബർമ ടീക്ക് വുഡിനകത്ത് സ്റ്റീലും ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷ് ഉള്ള സ്റ്റീലിന്റെ വർക്ക് ഉണ്ട് ഇതിനകത്ത്. പൗഡർ കോട്ടഡ് ബ്ലാക്ക് ഉണ്ട്. സോ ഗ്രേ ബാത്റൂം ആണെങ്കിൽ ബ്ലാക്ക് ആക്സസറീസ് സൂപ്പർ ആണ് അതിന്റെ കൂടെ. പിന്നെ ഏറ്റവും മേളിൽ കാണുന്നത് പ്യുവർ ബ്രഷ്ഡ് അലുമിനിയം സ്റ്റീലാണ്. ഇനി ഇത് കഴിഞ്ഞ് നമുക്ക് നോർമൽ റൺ ഓഫ് ദ മിൽ, അതായത് നോർമലി നമ്മൾ എല്ലായിടത്തും കാണുന്ന ഫിറ്റിംഗ്സ് ഉണ്ട്. നമുക്ക് അതിലേക്ക് പോകാം. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ബേസിക് മെറ്റീരിയൽസ്, അതായത് ക്രോം പ്ലേറ്റിംഗുമായിട്ട് വരുന്ന ബാത്ത് ഫിറ്റിംഗ്സ്. അപ്പോൾ ക്രോം പ്ലേറ്റിംഗ് ആയിട്ട് ബാത്ത് ഫിറ്റിംഗ്സ് നിങ്ങൾക്ക് ആ ബോർഡ് കാണുമ്പോൾ തന്നെ അറിയാം, മൊത്തത്തിലൊരു തിളക്കം ഈ മെറ്റീരിയലിനുണ്ട്. സോ ഇതുപോലത്തെ മെറ്റീരിയൽസ് ആണ് ജനറലി നമ്മുടെ കയ്യിൽ ആദ്യം കിട്ടുന്നത് നമ്മൾ പെട്ടെന്ന് ഈ സാധനം മേടിക്കാൻ പോവുകയാണെങ്കിൽ. സോ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല കമ്പനിയുടെ സാധനം ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ജഗ്വാറിൻ്റെ ആണ്, എസ്കോ റേഞ്ചിൽ വരുന്ന ടവൽ റാക്കാണ്. ഇത് അമേരിക്കൻ സ്റ്റാൻഡേർഡിന്റെ ടവൽ റാക്കാണ്. സോ ഈ ഇരിക്കുന്ന 2 എണ്ണം മേളിലും താഴെ ഇരിക്കുന്ന ഇഡോക്സ് എന്ന് പറയുന്ന വളരെ പഴയ കേരളത്തിലെ ഇൻഫാക്ട് ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് ബാത്ത് ഫിറ്റിംഗ്സ് വിൽക്കുന്ന ഒരു കമ്പനിയാണ് ഇഡോക്സ്. അവരുടെ മെറ്റീരിയൽ ഇത് രണ്ടും ജഗ്വാറ. സോ എവറിഥിങ് ഹിയർ ഈസ് വെരി ഹൈ ക്വാളിറ്റി. സോ
ഏതൊരു മെറ്റീരിയൽ എടുത്താലും അത് നല്ല കമ്പനിയുടെ ആയിരിക്കണം. ക്രോം പ്ലേറ്റിങ്ങിനെ കുറിച്ച് തിരക്കണം, പെട്ടെന്ന് ക്രോം ഇളകി പോകരുത്, അതേപോലെ തുരുമ്പ് പെട്ടെന്ന് വരരുത്. സോ അറ്റ്ലീസ്റ്റ് 204 അല്ലെങ്കിൽ 304ലേക്ക് പോയില്ലെങ്കിലും സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബേസിക് കാറ്റഗറി എങ്കിലും എടുക്കാൻ ശ്രമിക്കണം. സോ ഇതാണ് ബാത്ത് ഫിറ്റിംഗ്സ്, ഇതാണ് ബാത്ത് ഫിറ്റിംഗ്സ് എടുക്കേണ്ട ടിപ്സ്. ഇനി ബാത്ത് ഫിറ്റിംഗ്സിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ക്ലോസറ്റ് മേടിക്കുന്നത്, ഇപ്പോൾ ഇത് ജോൺസന്റെ ക്ലോസറ്റ് ആണ്. ഇപ്പോൾ ഈ ജോൺസന്റെ ക്ലോസറ്റ് ഇവിടെ ഇരിക്കുന്ന സെല്ലിംഗ് പ്രൈസ് ഇസ് അറൌണ്ട് 7,000 റുപ്പീസ്. സോ 7,000 റുപ്പീസിന് ക്ലോസറ്റ് മേടിച്ചു, പക്ഷേ അതിനോട് ചേർത്ത് നമ്മളൊരു ടിഷ്യൂ പേപ്പർ ഹോൾഡറും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഈ 7,000 രൂപയുടെ ക്ലോസറ്റിന്റെ വാല്യൂ ശരിക്കും മാറി അതിന്റെയും ഇതിന്റെയും വിലയുടെ കാട്ടിലും അനാദർ 25% ആ ടോട്ടൽ ലുക്കിന്റെ വാല്യൂ വരുന്നത്. സോ അതാണ് ബാത്ത് ഫിറ്റിംഗ്സിന്റെ ഒരു പ്രത്യേകത. അതായത് ബാത്ത് ഫിറ്റിംഗ്സിൽ നമ്മൾ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ, നല്ല പ്രൊഡക്റ്റ് മേടിച്ച് നമുക്ക് എന്ത് ബഡ്ജറ്റ് ആണോ ആ റേഞ്ചിനുള്ള എല്ലാ മെറ്റീരിയലും നമുക്കുണ്ട്. ഈ പ്രൊഡക്റ്റിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വെച്ചാൽ ഇത് എന്തിന്റെ അടുത്താണോ ഇരിക്കുന്നത് ആ സ്പേസിന്റെ വാല്യൂവും കൂടെ കൂടും. ഫോർ എക്സാമ്പിൾ, നമുക്ക് കോർണർ ഷെൽഫ് ഉണ്ട്. ഇപ്പോൾ ഷെൽഫ്സ് ആണ് നമുക്ക് ബാത്റൂമിന്റെ ഷവർ ഏരിയയിലകത്ത് വരുന്നത്. ഷവർ ഏരിയയുടെ അടുത്ത് തന്നെ ഒരു സോപ്പ് ഡിഷ് കാണും. ഷവർ ഏരിയയിൽ നമുക്ക് സോപ്പ് ഡിഷ് ഇപ്പം ഒരേ ബാത്റൂം 2 പേരാണ് ഉപയോഗിക്കുന്നത്, 2 പേരും ഡിഫറെന്റ് കൈൻഡ് ഓഫ് സോപ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഡബിൾ സോപ്പ് ഡിഷ് ഉണ്ട്. ഒരേ ഹുക്കിൽ തന്നെ 2 സോപ്പ് ഡിഷ് വരും, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദീസ് ഡേയ്സ്. കാരണം എല്ലാവർക്കും അവരവരുടേതായ ടേസ്റ്റും കാര്യങ്ങളും ഉണ്ട്. സോ ഇറ്റ് ഈസ് വെരി കൺവീനിയൻറ്റ് ദാറ്റ് വി ഹാവ് സ്പേസ് ഫോർ 2 സോപ്പ്. അപ്പോൾ അത് വളരെ കൺവീനിയൻ്റ് ആണ്, നമ്മൾ അതിലേക്ക് പോകണം. അപ്പോൾ അതായി. പിന്നെ നല്ലൊരു ഹെൽത്ത് ഫോസെറ്റ്, ഫോർ എക്സാമ്പിൾ ഹെൽത്ത് ഫോസെറ്റ്, ഇതിപ്പം അമേരിക്കൻ സ്റ്റാൻഡേർഡിൻ്റെ ഒരു ഹെൽത്ത് ഫോസെറ്റ് ആണ്. സോ ഇതുപോലത്തെ ഒരു ഹെൽത്ത് ഫോസെറ്റ് ഡെഫിനറ്റ്ലി ഈ ക്ലോസറ്റിൻ്റെ മാറ്റം കൂട്ടും. സോ ബാത്ത് ഫിറ്റിംഗ്സിൻ്റെ ഒരു ആരും വലുതായിട്ട് ശ്രദ്ധിക്കാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് എന്തിൻ്റെ അടുത്താണോ ഇരിക്കുന്നത് അതിൻ്റെ വാല്യൂ എൻഹാൻസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഈ ഒരു റേഞ്ച് ഓഫ് പ്രൊഡക്റ്റിനുണ്ട്. പക്ഷേ വീടിൻ്റെ സാധനങ്ങൾ, അതായത് ഫിനിഷിംഗ് സ്റ്റേജിലുള്ള വീടിൻ്റെ ഏതൊരു സാധനം മേടിക്കുമ്പോഴും ഏറ്റവും അധികം അവഗണിക്കപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് റേഞ്ചും കൂടിയാണ്. സോ ലാസ്റ്റിൽ എനിക്ക് ഇതേ പറയാനുള്ളൂ, ബാത്ത് ഫിറ്റിംഗ്സ് നിങ്ങൾ ക്ലോസറ്റ്സും വാഷ് ബേസിനും ഒക്കെ സെലക്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ, അല്ലെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ട് അതിന് മുമ്പ് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ 1-2 വിസിറ്റ്, നല്ല 2 ഷോറൂം സന്ദർശിച്ച് നിങ്ങൾക്ക് എവിടെയാണോ നല്ല കളക്ഷൻ കിട്ടുന്നത്, ഗ്യാരണ്ടീഡ് മെറ്റീരിയൽ കിട്ടുന്നത്, ഡെഫിനറ്റ്ലി ഇതിന് ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യണം. സോ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും ഒരു എപ്പിസോഡിൽ വരാം ഇതേപോലെ ഇൻഫോർമേറ്റീവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റുമായിട്ട്. ടിൽ ദെൻ, ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു കമന്റ്.